കണ്ണൂർ സ്റ്റൈലൊരു ബീഫ് വരള വെക്കാമെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പുതിയൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് കണ്ടു. യൂണിറ്റേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മീറ്റ് മസാല. അവർക്ക് എല്ലാ പൊടികളും അവൈലബിൾ ആണ്. ഞാനിന്ന് ഈ ഒരു കമ്പനിയുടെ മീറ്റ് മസാല വെച്ചാണ്. ബീഫ് വരളയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ കൂട്ടാണ്. അതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളകും ജീരകവും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിറ്റേഴ്സിൻ്റെ കൊറിയാണ്ടർ പൗഡറാണ്. ഇനി ഈ കൂട്ടെല്ലാം കൂടി ഇട്ടൊന്ന് ചെറു തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ അടിപൊളിയായിട്ട് നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയോടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർക്കുക. ഏകദേശം ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ എടുത്ത് മിക്സ് ചെയ്യാം. ബീഫ് വേവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ബീഫിൻ്റെ വേവനുസരിച്ച് 7 വിസിൽ വരെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ കുറച്ച് 1/2 കിലോ ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ കണക്കനുസരിച്ചൊരു 6-7 വിസിലെങ്കിലും അടിക്കണം. ഇത് നല്ല മയത്തിലായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ ബീഫ് കൂടി ഇട്ട് നല്ല രീതിയിൽ വഴട്ടിയെടുത്ത് അതായത് വറ്റിച്ചെടുത്ത ബീഫ് വരളയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിറ്റേഴ്സിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് പല പൊടികളുമുണ്ട്. ബീഫുണ്ട്, ചിക്കനുണ്ട്, സാമ്പാർ പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം ബീഫ് വരള ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്.